നമ്മൾ 50-ാമത്തെ മന്ത്രത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച 50-ാമത്തെ മന്ത്രത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടും ഇറങ്ങിയില്ല. ജ്ഞസ്യ നാസ്ത്യേവ സംസാരോ യദ്വദജ്ഞസ്യ കർമ്മിണഃ ജാനതോ നൈവ ഭീർ യദ്വത് രജ്ജു സർപ്പം അജാനതഃ. ജ്ഞസ്യ ജ്ഞാനമുള്ളവന്, അറിവിലേക്കുണർന്നവന് അസ്ഥി നാസ്ത്യേവ സംസാരോ സംസാരം ഇല്ല. എങ്ങനെ? യദ്വത് അജ്ഞസ്യ കർമ്മിണഃ വസ്തുബോധമില്ലാതെ ശരീരാഭിമാനിയായിട്ട് അജ്ഞാനഭാവത്തിൽ കഴിയുന്ന സംസാരികൾ ഏത് പ്രകാരമാണോ കർമ്മത്തിൽ തുടർന്നു കൊണ്ടിരിക്കുന്നത്, അതുപോലെ കർമ്മങ്ങളിൽ ജ്ഞാനിയായിട്ടുള്ള ആളുകൾ വ്യാപരിക്കുന്നില്ല. സാധാരണഗതിയിൽ കർമ്മം ചെയ്യുന്ന രംഗത്ത് നോക്കിയാൽ ജ്ഞാനിയും അജ്ഞാനിയും ഒരുപോലെ കർമ്മം ചെയ്യുന്നതായിട്ട് കാണാം. ജ്ഞാനിയും കിളയ്ക്കുന്നു, അജ്ഞാനിയും കിളയ്ക്കുന്നു. രണ്ടുപേരും ചെയ്യുന്ന ജോലി ഒരുപോലെയാണ്. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ജ്ഞാനി കർമ്മം ചെയ്യുമ്പോൾ കർമ്മം ചെയ്യുന്നില്ല. കാരണം എന്താ? എന്നിലെ ഞാനാണ് കർമ്മം ചെയ്യുന്നത്. ഞാനെന്ന് പറയുന്നത് എന്നിലെ ഞാനല്ല. ഞാനെന്ന് പറയുന്നത് എന്നിലെ താൻ. ദറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജ്ഞാനി ആൻഡ് അജ്ഞാനി. അവൻ്റെ കർമ്മം രണ്ടും ഒരുപോലെയാണ്. രണ്ടുപേരും കിളച്ചുകൊണ്ട് നിൽക്കുന്നു. പക്ഷേ ഒരാൾ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ അയാൾ ബന്ധിതനാകുന്നില്ല. ഞാൻ കർമ്മം ചെയ്യുന്നു എന്ന ഭാവം അയാളിൽ ഇല്ല. കാരണം അയാളിൽ ഞാൻ ഭാവം ഇല്ല. ഞാൻ ഭാവം ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അയാൾ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അഹമാത്മാ, ഞാൻ ആ ആത്മചൈതന്യമാണ്. എന്നിൽ മാത്രമുള്ളതല്ല. ആ ആത്മചൈതന്യത്തെക്കുറിച്ച് എല്ലാവർക്കും നല്ല ബോധമുണ്ടായിരിക്കണം. ആ ആത്മചൈതന്യം ഈ ശരീരത്തിൽ മാത്രമല്ല. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. സർവ ശരീരങ്ങളിൽ കൂടിയും വ്യാപിച്ചിരിക്കുന്ന ആ പരമേശ്വര ചൈതന്യമാണ് എന്നിലെ ആത്മചൈതന്യം, എന്നിലെ താൻ. അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നവൻ. അതാണ് തത്വമസി മഹാവാക്യം ഉദ്ബോധിപ്പിക്കുന്നത്. തത് ത്വമസി, നീ അതാകുന്നു. നിൻ്റെ ഉള്ളിലിരിക്കുന്ന അതാണ് നിങ്ങളും ഓരോരുത്തരും അറിയേണ്ടതായിട്ടുള്ളത്. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, നാമരൂപരഹിതമായ ആ ചൈതന്യ സ്വരൂപം. ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാധിവർത്തി യത് ബ്രഹ്മ. അതുതന്നെയാണ് ആ ആത്മചൈതന്യം. ആ ബ്രഹ്മം, നിരുപാധിക ബ്രഹ്മം ശരീരത്തിനകത്ത് ആത്മാവുമായിട്ട് ചേർന്ന് ഉപാധിഗതമായിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ ആത്മാവ് എന്ന് പറയുന്നത്. ശരീരമാകുന്ന ഉപാധിയോടുകൂടി ഇരിക്കുന്നത് കൊണ്ട് ആ നിരുപാധിക ബ്രഹ്മം ആത്മഭാവത്തിൽ അറിയപ്പെടുന്നു ഈ ശരീരത്തിനകത്ത്. ശരീരാത്മബോധത്തിൽ നിന്ന് ആ പരമാത്മബോധത്തിലേക്ക് നാം നമ്മെ ഉയർത്തണം, ഉദ്ധരിപ്പിക്കണം. അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്ന ആ ഉദ്ധരേതാത്മനാത്മാനം. ഈ ശരീരമല്ല ഞാൻ, നാഹം ദേഹോ. അങ്ങനെ പറയുമ്പോൾ തന്നെ ജന്മമൃത്യു കുതോമേ. ഈ ശരീരമേ അല്ല ഞാനെങ്കിൽ പിന്നെ എനിക്കെവിടാ ജന്മം? എവിടാ ഞാൻ ജനിച്ചിരിക്കുന്നത്? എവിടാ ഞാൻ മരിച്ചിരിക്കുന്നത്? മരിക്കാൻ പോകുന്നത്? മരണം എനിക്കില്ല. ഞാൻ ആ ആത്മചൈതന്യമാണെന്നുള്ള ബോധത്തിലേക്ക് നിങ്ങൾ ഉണർന്ന് ഈ ശരീരത്തിൽ അതായിട്ട് തൻ്റെ പ്രജ്ഞയെ സദാ നിലനിർത്തുമ്പോൾ നിങ്ങൾ മരണസ്വഭാവിയായ ഞാൻ ഭാവത്തെ വിട്ട്
അമരസ്വരൂപമായ അമൃതസ്വരൂപമായ തന്നിലെ താൻ ഭാവത്തിലേക്ക് ഉണർന്ന് അതിൽ സ്ഥിതി നേടുന്നു. ആരുടെ പ്രജ്ഞയാണോ സദാ അതിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത്, അതാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. അല്ലാതെ വേഷം കെട്ടി നടക്കുന്നതൊന്നും ആധ്യാത്മികതയല്ല. ഒരു വേഷവും അതിനാവശ്യമില്ല. നിങ്ങൾ ഏതെല്ലാം സാഹചര്യത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുവോ ആ സാഹചര്യത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ തുടർന്നുകൊണ്ടിരിക്കുന്നവൻ എന്നിലെ ഞാൻ, ലെറ്റ് ഇറ്റ് ബി, അവൻ അവൻ്റെ ജോലി നടത്തിക്കോട്ടെ. ഓരോരുത്തരും കർമ്മഫലാനുസാരം ഒരുത്തൻ രാജാവായിരിക്കുന്നു, ഒരുത്തൻ ഭൃത്യനായിരിക്കുന്നു, ഒരുത്തൻ തോട്ടിയായിരിക്കുന്നു. അങ്ങനെ പല മേഖലകളിൽ ഓരോരുത്തരും കർമ്മഫല അനുസാരം വന്നു ഭവിച്ചിരിക്കുകയാണ്. ആ നിലകളൊന്നും ആത്മസാക്ഷാത്കാരത്തിന് തടസ്സമേ അല്ല. ആ നിലകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു രാജാവിനും ഒരു തോട്ടിക്കും ഒരു ഹിന്ദുവിനും ഒരു ക്രിസ്ത്യാനിക്കും ഒരു മുസൽമാനും ഒരേപോലെ തന്നെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയരാൻ സാധിക്കും. ജാതി മതം ഒന്നും ഇവിടെ പരിഗണന എടുക്കുന്നതല്ല. അതാണ് പറഞ്ഞത്, ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം. നദീ സമുദ്രത്തിലേക്ക് ചേരുന്ന അവസരത്തിൽ യഥാ നദ്യഃ സ്യന്തമാനാഃ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ. സമുദ്രത്തിലേക്ക് ചേരുമ്പോൾ നദി തൻ്റെ നാമത്തെയും രൂപത്തെയും വെടിഞ്ഞ് സമുദ്രവുമായി ചേർന്ന് സമുദ്രാകാരമായി തീരുന്നു. പിന്നെ നദിയില്ല. അതുപോലെ ഞാൻ ഭാവത്തിൽ നാമരൂപത്തോടു കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ നാമരൂപധാരിയായ ഞാനല്ല, ഹിന്ദുവായ ഞാനല്ല, ക്രിസ്ത്യാനിയായ ഞാനല്ല, മുസൽമാനായ ഞാനല്ല, ആണായ ഞാനല്ല, പെണ്ണായ ഞാനല്ല, നാമരൂപരഹിതമായ ആ ചൈതന്യം. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് എന്നിൽ ഉറങ്ങാതെ ഉണർവോടുകൂടി ആ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ന് ജാഗ്രത അവസ്ഥയിൽ തിരിച്ചറിഞ്ഞ്, ജാഗ്രത അവസ്ഥയിലാണത് തിരിച്ചറിയേണ്ടത്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജാഗ്രത അവസ്ഥയിലാണ്. ജാഗ്രത അവസ്ഥയിൽ അതിനെക്കുറിച്ച് ബോധവാനായി തൻ്റെ ശ്രദ്ധയെ ജാഗ്രത അവസ്ഥയിൽ തന്നെ അതിൽ ഉറപ്പിക്കണം. യെസ്, ഐ എം ദാറ്റ്, നോട്ട് ദിസ് നാമരൂപധാരി. കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ വസന്തയോ ഔസേപ്പോ ബഷീറോ ഒന്നുമല്ല ഞാൻ. നാമരൂപരഹിതമായിട്ട് ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ആത്മചൈതന്യം, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത പഞ്ചകോശാതീത സൻ അവസ്ഥാത്രയ സാക്ഷി സച്ചിദാനന്ദ സ്വരൂപ സൻ യഃ തിഷ്ഠതി സ ആത്മാ. എവിടെ? എല്ലാവരുടെയും ഉള്ളിൽ. ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ചൈതന്യം. ഇപ്പോൾ ജാഗ്രത അവസ്ഥയിൽ നിങ്ങൾ ശ്രോതാവായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആ ശ്രോതാവിനും സാക്ഷിയായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിശബ്ദം ഇരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതിനെ കാണാതെ കാണണം. എപ്പോഴും നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന തൈജസ്സിനെയും കണ്ടുകൊണ്ട് അവനും സാക്ഷിയായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിശബ്ദം ഇരിക്കുന്ന ആ സാക്ഷി ചൈതന്യം. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണർവോടുകൂടിയിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം. ഈ സാക്ഷി ചൈതന്യത്തെ ആർക്കാണോ ബോധിക്കാൻ കഴിയുന്നത്? എപ്പോൾ? ജാഗ്രത അവസ്ഥയിൽ. ഇതാണ് ആധ്യാത്മികത. ഇത് നിങ്ങളുടെ സാഹചര്യങ്ങളൊന്നും പ്രശ്നമല്ല. ഏതെല്ലാം സാഹചര്യങ്ങളിൽ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു ആ സാഹചര്യങ്ങളിൽ തന്നെ തുടർന്നു കൊണ്ടിരിക്കുമ്പോഴും
ആ ജോലികളിലെല്ലാം വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വസ്തുബോധത്തിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ ആ ഉണർവിനെ പിന്നെ ശരിയായ ഉണർവാണെങ്കിൽ അതിനെ ആർക്കും ഇല്ലാതാക്കി കളയാൻ സാധ്യമല്ല. എത്ര കൊടുങ്കാറ്റടിച്ചാലും മേരുപർവ്വതം ഇളകാതിരിക്കുന്നത് പോലെ ആ വസ്തുബോധത്തിലേക്ക് നിങ്ങൾ ഉണർന്ന് ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ആ ബോധത്തിൽ നിന്ന് നിങ്ങളുടെ ലൗകിക സാഹചര്യങ്ങളിലെ ലൗകിക ജീവിതത്തിലെ എന്തു പ്രശ്നമാണെങ്കിലും അതൊന്നും വന്നു ബാധിക്കുകയില്ല. എങ്ങനെയാണ് ബാധിക്കുന്നത്? ലൗകിക ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ആരെയാണ് വന്ന് ബാധിക്കുന്നത്? എന്നിലെ ഞാനിനെ. എന്നിലെ ഞാൻ ഉള്ളതാണോ? ഉള്ളതേ അല്ല, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. എന്നിലെ താനിൻ്റെ പ്രതിബിംബം. ആകാശത്തിൽ ഏത് പ്രകാരമാണോ ഒരേ ചന്ദ്രൻ അല്ലെങ്കിൽ സൂര്യൻ ഭൂമിയിലെ സർവ്വ ജലാശയങ്ങളിലും പ്രതിബിംബിക്കുന്നത്, അതുപോലെ ആ ഏകനായ ആത്മചൈതന്യം ഓരോരുത്തരുടെയും അന്ധക്കരണത്തിൽ പ്രതിബിംബിച്ചു നിൽക്കുന്ന പ്രതിബിംബഭാവമാണ് എന്നിലെ ഞാൻ. അതുള്ളതേ അല്ല, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. ജനിമൃതികളോട് കൂടിയതാണ്. ആ ജനിമൃതികളില്ലാത്തതാണ് തന്നിലെ താൻ. ആ തന്നെക്കുറിച്ചുള്ള ബോധത്തിലേക്ക് ഉണർന്ന് ജാഗ്രത അവസ്ഥയിൽ ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ അതിൽ ഉറപ്പിക്കുന്നത്, തൻ്റെ പ്രജ്ഞയെ അതിൽ ഉറപ്പിക്കുന്നത്, അവനെയാണ് സ്ഥിരപ്രജ്ഞൻ. തൻ്റെ പ്രജ്ഞയെ അതിൽ സ്ഥിതി ചെയ്യിക്കണം. സ്ഥിതപ്രജ്ഞൻ ആർക്കുമാകാം. ഇപ്പോൾ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ നടത്താൻ പോകുന്ന പ്രഭാഷണം ബാലകൃഷ്ണൻ നായർ സാറിനെ കുറിച്ച്. ആ നിലയിലെത്തിയ ആളാണ്. ആ നിലയിൽ സദാ ജീവിച്ചു കൊണ്ടിരുന്നയാളാണ്. ഇവിടെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയാനായിട്ട് നമുക്ക് ആരെ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയും? ബാലകൃഷ്ണൻ നായർ, പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ. അദ്ദേഹം സദാസമയവും തൻ്റെ പ്രജ്ഞയെ അതിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ജീവിച്ചയാളാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വാർത്തയെക്കുറിച്ച് ഒരു പത്രത്തിൽ വായിച്ചു. അദ്ദേഹത്തിൻ്റെ 14ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന അനുസ്മരണ പ്രഭാഷണത്തെക്കുറിച്ച് പത്രത്തിൽ വാർത്ത വന്നു. അദ്ദേഹത്തിൻ്റെ ചരമവാർഷികമല്ല, അദ്ദേഹം മരിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ശരീരം കൊഴിഞ്ഞുപോയി. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണമില്ലാത്ത നിലയിലേക്ക് അദ്ദേഹം ഉയർന്നു കഴിഞ്ഞു. ദാറ്റ് ഈസ് ആത്മസാക്ഷാത്കാരം. അദ്ദേഹം എവിടാ മരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ചരമത്തിൻ്റെ 14ാം വാർഷികമല്ല ഇവിടെ നടക്കുന്നത്. അദ്ദേഹം മരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ആ ശരീരം വെടിയുന്ന അവസരത്തിൽ ഞങ്ങൾ തത്വമസി ഹാളിൽ ഇരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ശരീരം വെടിഞ്ഞ വിവരം അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ അവിടെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് അവിടെ ഇരുന്ന് എല്ലാവരും കൈയടിച്ചു, ആഹ്ലാദപൂർവം കൈയടിച്ചു. ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ ശരീരം വെടിഞ്ഞ ആ സന്ദർഭം അറിഞ്ഞ നിമിഷത്തിൽ ഞങ്ങൾ ആ ഹാളിലിരുന്ന് സന്തോഷം രേഖപ്പെടുത്തി. എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ പ്രാരബ്ധം അവസാനിച്ചു, അദ്ദേഹത്തിൻ്റെ പ്രാരബ്ധ ശരീരം ഒഴിഞ്ഞു. അദ്ദേഹം അതിനു മുമ്പ് തന്നെ നേടേണ്ടത് നേടിക്കഴിഞ്ഞു. എന്താ നേടേണ്ടത്? മരണമില്ലാത്ത നില. പിന്നെ എങ്ങനെ അദ്ദേഹത്തിൻ്റെ ചരമവാർഷികമാകുന്നത്? അദ്ദേഹം മരണമില്ലാത്ത നിലയിലേക്ക് ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഉയർത്തി.
അതാണ് തന്നിലെ താൻ ഭാവത്തിലേക്ക് ഉയരുന്ന കാര്യം നമ്മളിവിടെ പറയുന്നത്. ആ നില നിങ്ങൾക്ക് ഓരോരുത്തർക്കും സുസാധ്യം, വളരെ ലളിതം. ഒരു സാധനയുടെയും ആവശ്യമില്ല. എന്ത് സാധനയാണ് വേണ്ടത്? അല്ല സ്വാമി, സാധനയില്ലാതെ ഇതൊക്കെ നടക്കുമോ? പോയിരുന്ന് ചെയ്തോ. നിനക്ക് സാധന വേണമെന്നുണ്ടെങ്കിൽ നീ അങ്ങോട്ട് മാറിയിരുന്ന് ചെയ്തോ, കുറേ സാധനങ്ങളൊക്കെ ചെയ്തോ. എന്തിനാ സാധന? ഞാൻ ഇതല്ല, ഇതാണ്, മറ്റതാണ് എന്നറിയാനായിട്ട് എന്താ സാധന? എന്തിനാ സാധന? ഈ ശരീരത്തിലെ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് കേൾക്കണം, കേട്ട് അറിയണം. അതിനാണ് ശ്രവണം. നിരന്തരമായിട്ട് കേട്ട് 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 ആരുടെ ജ്ഞാനനേത്രമാകുന്നു തുറക്കുന്നത്, അവൻ അതിനെ തന്നിൽ കാണാതെ കാണും. തൻ്റെ യഥാർത്ഥ സ്വരൂപം തന്നിലെ തന്നെ കാണാതെ കാണും. തന്നിലെ തന്നെ കാണാതെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന് വേറെ എന്ത് സാധനയാണ് ആവശ്യം? പറയൂ, വേറെ എന്ത് സാധനയാണ് ആവശ്യം? അതാണ് ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ കാരണം. എന്താ പൂർണ്ണബോധം? ഞാൻ ഈ കുട്ടപ്പനോ നായരോ നാടാരോ ഒന്നുമല്ല. ഞാൻ ജാതി നീതിരഹിതമായിരിക്കുന്ന എന്നിലെ ആ ആത്മചൈതന്യം, എന്നിലെ താൻ എന്ന് തിരിച്ചറിയുക. ആ തിരിച്ചറിവിലേക്കാണ് ഉണരേണ്ടത്. അത് ഉണർന്നു കഴിഞ്ഞ് ബോധ്യപ്പെട്ട് ഞാൻ അതാണെന്ന് എന്ന് ഉറപ്പ് നേടിക്കഴിഞ്ഞാൽ പിന്നെ നീ നായരല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ നായരല്ല, ഞാൻ ഈഴവനല്ല, ഞാൻ ഹിന്ദു അല്ല, ഞാൻ ക്രിസ്ത്യാനിയല്ല, ഞാൻ മുസൽമാനല്ല. അവൻ അതൊക്കെ ആണെന്ന് പറയുകയേയില്ല. പിന്നെ ആരാണ് ഞാൻ? ജാതിക്കും നീതിക്കും കുലത്തിനും ഗോത്രത്തിനും ഒക്കെ അന്യമായിരിക്കുന്ന ആ ശുദ്ധ സ്വരൂപം, ആ സാക്ഷി സ്വരൂപം. ഇവിടെ എവിടാ ജാതി ഇരിക്കുന്നത്? ഇവിടെ എവിടാ മതം ഇരിക്കുന്നത്? ഇതാണ് സനാതന ധർമ്മം പ്രഖ്യാപിക്കുന്ന ധർമ്മസൂത്രം. ജ്ഞാനം എല്ലാവർക്കും ഒരുപോലെ. നീ ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, മുസൽമാൻ ആയാലും ശരി, ഇതല്ലാതെ ഇതുപോലെയുള്ള സൂത്രം എവിടെ ഇരിക്കുന്നു? കാണിച്ചു തരൂ. എവിടെയെങ്കിലും ഉണ്ടോ? സർവ്വ ആളുകൾക്കും വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല, പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും ഒക്കെ വേണ്ടിയുള്ളതാണ്. ഈ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളുമെല്ലാം കാലാന്തരത്തിൽ മനുഷ്യ ശരീരത്തിലേക്ക് വരാനുള്ളവരാണ്. എല്ലാം ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ഇങ്ങനെ 840 ദശലക്ഷം ശരീരങ്ങളിൽ കൂടി ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലും മനുഷ്യജന്മത്തിൽ ജീവിക്കാനുള്ള ഒരവസരം കിട്ടും. ആ സന്ദർഭത്തിൽ ഏതൊരാളാണോ ഇതുപോലെ കേട്ട് അറിഞ്ഞ് ആ അറിവ് കിട്ടാനാണ്. അതാണ് ശ്രവണായപി ബഹുബിർ യോ നലഭ്യ എന്ന് പറയുന്നത്. കേൾക്കാൻ പോലും കിട്ടുകയില്ല. ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. തത്വരൂപത്തിൽ അറിയും. എന്താ തത്വരൂപം? തത്വം. നീ നിൻ്റെ ഉള്ളിലിരിക്കുന്ന അതാണ് നീ. ഇത്രയേ ഉള്ളൂ. തത്വരൂപത്തിൽ അറിയുക എന്ന് പറഞ്ഞാൽ അതാണ്. അതിന് വലിയ മിടുക്കൊന്നും വേണ്ട. ഒന്ന് കേൾക്കുക, അറിയുക, ആ അറിവിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾക്ക് ഇത് കേട്ട് കേട്ട് നിങ്ങൾക്കിപ്പോഴും തോന്നുന്നുണ്ടോ ഞാൻ സുശീലയാണ്, ഞാൻ ഗോമതിയാണ്, ഞാൻ ഔസേപ്പാണ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഞെളിഞ്ഞ് അഭിമാനിച്ച് നടക്കുമോ?
തോന്നുന്നുണ്ടോ? അങ്ങനെ നടക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയില്ല. എന്തുകൊണ്ട്? അത് ശരിയല്ല എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ അതറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ഞാൻ മറ്റതാണ് എന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കുന്നില്ല? മറ്റതിലേക്ക് നിങ്ങൾ താഴുന്നില്ല. ഞാൻ വസന്തയല്ല, ഗോപിയല്ല, ബഷീറല്ല എന്ന ഭാവത്തിലേക്ക് നിങ്ങൾ താഴാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ ആ ഉയർന്ന ഭാവത്തിലേക്ക് ഉണരുന്നില്ല? ഉണർന്നിട്ടുണ്ട് സ്വാമി, പക്ഷേ ഉറപ്പോടുകൂടി ഉറച്ചു നിൽക്കുന്നില്ല. ഉറച്ചു നിൽക്കണം. കാരണം എന്താ? എപ്പോഴാണ് എന്ത് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, എന്തുവാ, ഒരു സ്വീഡിഷ് ബാർബർ ഷാപ്പിൽ സോപ്പിട്ടുകൊണ്ടിരുന്ന ആ പെൺകുട്ടി അവിടുത്തെ ഏറ്റവും വലിയ നടിയായിട്ട് മാറി. ഒരു ഡയറക്ടർ അവിടെ വന്ന് സോപ്പിടാൻ വന്നു, ഷേവ് ചെയ്യാൻ വന്നിരുന്നു. അപ്പോൾ ഈ കുട്ടി വന്ന് അയാൾക്ക് സോപ്പിട്ട് കൊടുത്തു. കാരണം അവളുടെ ജോലി സോപ്പിടൽ മാത്രമാണ്, ഷേവിങ്ങൊക്കെ വേറെ ആളാണ്. ഇവളുടെ ജോലി സോപ്പിടുക മാത്രം. സോപ്പിട്ടുകൊണ്ടിരുന്നപ്പോൾ അയാൾ നോക്കിയപ്പോൾ, ഓ എന്തൊരു സൗന്ദര്യം, വാട്ട് എ വണ്ടർഫുൾ ഗേൾ, വാട്ട് എ ബ്യൂട്ടി എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അവളും അത്ഭുതപ്പെട്ടു പോയി. അവളും തന്നെക്കുറിച്ച് ഇങ്ങനെ വിചാരിച്ചിട്ടില്ല. അവൾ മാറി നിന്ന് കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവർക്ക് തന്നെ ഒരു പൂർണ്ണ വിശ്വാസമുണ്ടായി. ആ ഡയറക്ടർ തന്നെ അവളെയും കൂട്ടിക്കൊണ്ടുപോയി നടിയാക്കി മാറ്റി. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഇവിടെ മോണോലിസയുടെ കാര്യം നമ്മളിവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. നടിയാകുമെന്ന് പറഞ്ഞു, നടിയായി കഴിഞ്ഞു. ഒരാൾ വന്ന് 20 കോടി രൂപയ്ക്ക് പടമെടുക്കാനായിട്ട് പോകുന്നു. ഏതോ മണിപ്പൂർ, ഡയറി ഓഫ് മണിപ്പൂർ എന്ന് പറയുന്ന ഒരു ചിത്രം എടുക്കാനായിട്ട് കരാറെല്ലാം ഒപ്പുവെച്ച് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞേ ഉള്ളൂ, മോണോലിസ. അപ്പോൾ എപ്പോഴാണ് ഒരാളിൻ്റെ ഭാഗ്യം തെളിയുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. അതുപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴാണോ ഞാൻ ഇതല്ല അതാണ് എന്ന ഉറച്ച ബോധ്യമുണ്ടായി സ്വയം ഡിക്ലെയർ ചെയ്യുന്നത്, അവനാണ് ധീരൻ. അഹം സാക്ഷീതി വിദ്യാത് വിവിച്യൈവം പുനഃപുനഃ സ ഏവ മുക്തഃ സ വിദ്വാൻ ഇത് വേദാന്ത ഡിണ്ടിമഃ. വേദാന്തത്തിലെ പെരുമ്പറ ഘോഷം അതാണ്. എന്താ? ആ സാക്ഷി ചൈതന്യമാണ് ഞാൻ. ഇത് കാണാതെ പഠിക്കാനുള്ളതല്ല. ആ സാക്ഷി ചൈതന്യം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് കാണാതെയൊന്നും പഠിക്കണ്ട. ആ സാക്ഷി ചൈതന്യമാണ് അഹം സാക്ഷീതി വിദ്യ. തിരിച്ചറിയുന്നവരാണ് അറിവാളി. സ ഏവ വിദ്വാൻ, അവനാണ് മുക്തൻ. സ ഏവ മുക്തഃ സ വിദ്വാൻ ഇത് വേദാന്ത ഡിണ്ടിമഃ. വേദാന്തത്തിലെ പെരുമ്പറ ഘോഷം. ഇല്ലാതെ ഈ വേഷമൊക്കെ കിട്ടുമെന്ന് നടക്കുന്നൊന്നുമല്ല. കാരണം നിങ്ങൾക്കെല്ലാവർക്കും ഇത് സുസാധ്യം. ആർക്ക് വേണമെങ്കിലും തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി സ്വരൂപം, പെണ്ണാണെന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കുകയൊന്നും വേണ്ട. പെണ്ണുങ്ങളും ആണുങ്ങളെ പോലെ തന്നെ. ഞാൻ പറഞ്ഞില്ലേ, ബാലകൃഷ്ണൻ നായർ സാറിനെ കുറിച്ച് പറയുന്ന അവസരത്തിൽ അദ്ദേഹം ദ്വാദശോപനിഷത്തുകൾക്ക് ഭാഷ്യം എഴുതിയിട്ടുണ്ട്. വേറെ ഒരുപാട് പ്രകരണ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഭഗവത്ഗീത ഭാഷ്യം എഴുതിയിട്ടുണ്ട്. നാരായണ ഗുരുദേവൻ്റെ മൊത്തം കൃതികൾ മുഴുവനും 2 വോള്യമായിട്ട് അതിമനോഹരമായിട്ട് അദ്ദേഹത്തെ ലോകസമക്ഷം യഥാതഥമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ബാലകൃഷ്ണൻ നായർ സാറാണ്. വേറെ ഒരു ആരുടെയും പുസ്തകത്തിൽ നിന്ന് അദ്ദേഹത്തെക്കുറിച്ച് ശരിയായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. രാമകൃഷ്ണദേവനെ ഏത് പ്രകാരമാണോ മാസ്റ്റർ മഹാശയൻ ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്, അതിനു മുൻപ് അത് ശ്രീരാമകൃഷ്ണ കഥാമൃതമായിരുന്നു.
ആ ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിലൂടെ മാസ്റ്റർ മഹാശയൻ ഒരു കളങ്കവുമില്ലാതെ യഥാതഥമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് രാമകൃഷ്ണദേവൻ ഇത്രയും പ്രസിദ്ധനായിട്ട് നിൽക്കുന്നത്. മറ്റാരുടെയും വൈഭവമല്ല. ഈവൻ വിവേകാനന്ദനെ കുറിച്ച് പോലും താഴ്ത്തിക്കെട്ടുന്ന അവസ്ഥയിലാണ് മാസ്റ്റർ മഹാശയൻ. വിവേകാനന്ദൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രസ്ഥാനമുണ്ടാക്കി. പക്ഷേ രാമകൃഷ്ണദേവനെ പടുത്തുയർത്തി നാട്ടിയത് മാസ്റ്റർ മഹാശയൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു, അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അതുപോലെ നാരായണ ഗുരുദേവനെ യഥാതഥമായിട്ട് ജനസമക്ഷം അവതരിപ്പിച്ചിരിക്കുന്നത് ബാലകൃഷ്ണൻ നായർ സാറാണ്. അദ്ദേഹത്തിൻ്റെ 2 വോള്യങ്ങൾ. അതുപോലെ സ്ത്രീകളിലും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. ദ്വാദശോപനിഷത്തുകൾക്ക് ഭാഷ്യം, ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം, ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം, മറ്റനവധി ഗ്രന്ഥങ്ങൾക്ക് ഭാഷ്യം എഴുതിയിട്ടുള്ള സ്ത്രീ നാലപ്പാട്ട് നാരായണ മേനോൻ്റെ മകളാണോ സഹോദരിയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ, ഓർക്കുന്നില്ല അവരുടെ പേര്. സുവർണ നാലപ്പാട്. അപ്പം ഇതെല്ലാം ആ സ്ത്രീയും എഴുതിയിട്ടുണ്ട്. പുരുഷൻ മാത്രമല്ല, സ്ത്രീകൾക്ക് പുരുഷനോടൊപ്പം നിൽക്കാൻ കഴിയില്ലേ എന്ന് ചോദിച്ചാൽ കഴിയും. അല്ലേ? ബാലകൃഷ്ണൻ നായർ സാറ് എഴുതിയിരിക്കുന്നത് പോലെ അവർ ഡോക്ടറായിരുന്നു, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അവരുടെ എഴുത്തുകളിലെല്ലാം ശാസ്ത്രീയത അങ്ങേയറ്റം നമുക്ക് കാണാൻ സാധിക്കും. ആ ശാസ്ത്ര സാമീപ്യം, ശാസ്ത്രീയമായിട്ടുള്ള അറിവും കൂടി കൂട്ടിക്കലർത്തിയാണ് എഴുതിയിട്ടുള്ളത് അവരുടെ ഈ ഭാഷ്യങ്ങളെല്ലാം. അതുകൊണ്ട് ഒരു കാര്യത്തിലും സ്ത്രീകളെ താഴ്ത്തി കെട്ടുന്നില്ല. പക്ഷേ നമ്മളിവിടെ പത്രത്തിലും ടി വിയിലുമൊക്കെ കണ്ടാൽ സ്ത്രീകൾക്ക് പുരുഷനോളം സ്ഥാനമില്ല എന്നൊക്കെ ആളുകൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒന്നും നമുക്ക് അഭിപ്രായമില്ല. നമ്മുടെ ഭാഷ്യം ഇതാണ്. എന്താണ്? തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യത്തെ അറിയാനായിട്ട് പുരുഷന് ഏതു പ്രകാരം സാധിക്കുമോ അതേപോലെ തന്നെ ശ്രവണത്തിലൂടെ ഒരു സ്ത്രീക്കും സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉണ്ടോ? സംശയമുണ്ടോ? നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. എന്താ പുരുഷന്മാർക്കുണ്ടോ? സാധിക്കില്ല എന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, എതിർപ്പുണ്ടെങ്കിൽ പറയാം. ഞങ്ങൾക്ക് കഴിയുന്നത് പോലെ അവർക്ക് കഴിയില്ല. ഈ സാക്ഷി ചൈതന്യമാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ഒരു പുരുഷൻ കരുതുന്നത് പോലെ സ്ത്രീക്ക് കരുതാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? പുരുഷന്മാരോടാണ് ചോദിക്കുന്നത്. കഴിയില്ല. പുരുഷനത് കഴിയുമെങ്കിൽ സ്ത്രീക്കും കഴിയും. അതാണ് ആധ്യാത്മികത. മറ്റതൊക്കെ സ്വാർത്ഥലാഭത്തിന് വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. സ്ത്രീക്ക് അതിന് കഴിയില്ല, ഇതിന് കഴിയില്ല എന്നൊക്കെ പറയുന്നത് തൻ്റെ സ്വാർത്ഥത നിലനിർത്തുന്നതിന് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നിസ്വാർത്ഥമായിട്ട് സംസാരിക്കുന്ന അവസരത്തിൽ പുരുഷൻ ഏതു പ്രകാരമാണോ ഞാൻ, ഈ നാമരൂപധാരിയായ ഞാനല്ല, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ നാമരൂപരഹിതമായ സാക്ഷി ചൈതന്യമാണ് എന്ന്
ബോധിക്കാൻ കഴിയുന്നത് അതേപോലെ ഒരു സ്ത്രീക്കും സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഉപനിഷത്ത് പ്രഖ്യാപനങ്ങൾ മുഴുവനും അതിമനോഹരമായിട്ട് ബാലകൃഷ്ണൻ നായർ സാർ ശങ്കരാചാര്യ സ്വാമികളുടെ വാക്കുകളെയാണ് അദ്ദേഹം ഭാഷ്യ രൂപത്തിൽ പകർത്തിയിരിക്കുന്നത് എങ്കിലും അദ്ദേഹം തൻ്റേതായിട്ടുള്ള ഭാവന ഉപയോഗിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കണ്ണുമടച്ച് പറഞ്ഞതുപോലെ അങ്ങ് എഴുതിയിരിക്കുകയല്ല, തൻ്റെ വൈഭവവും അറിവും അദ്ദേഹം അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അത് വായിച്ച് പോകുന്ന അവസരത്തിൽ ഓരോരുത്തർക്കും അറിയാൻ സാധിക്കും ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ ആ സ്ഥിതി. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പരസ്യം കൊടുത്തിരിക്കുന്ന അവസരത്തിൽ നമ്മൾ ബാലകൃഷ്ണ ബ്രഹ്മം എന്നൊരു പദം കൂടി ചേർത്തിരിക്കുന്നത്. കാരണം അങ്ങനെ സദാശിവ ബ്രഹ്മം എന്നൊരു പേരുണ്ട് അല്ലേ, ഹരിഹര ബ്രഹ്മം എന്നൊരു പേരുണ്ട്. ഹരിഹര ബ്രഹ്മം എന്ന് പറയുന്നത് മണക്കാട്ടേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു സമാധിയാണ്. സദാശിവ ബ്രഹ്മം, സദാശിവ ബ്രഹ്മേന്ദ്ര. ആ നിലയിൽ ബാലകൃഷ്ണൻ നായരെ കൂടി ചേർക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ നിസ്സംശയം, ഒരു സംശയവുമില്ല. അദ്ദേഹം ആ ബ്രാഹ്മി സ്ഥിതിയിൽ നിന്നിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രാരബ്ധം തീർന്നപ്പോൾ ശരീരം വെടിഞ്ഞു. ശരീരം വെടിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സമാധിസ്ഥനായിരുന്നു. ശരീരം വെടിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സമാധിസ്ഥനായിരുന്നു. എന്താ സമാധി? സമധി, സമത്വബുദ്ധിയിൽ, സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം എന്ന സമബുദ്ധിയിൽ, സമത്വം യോഗ ഉച്യതേ, ആ സമബുദ്ധിയിൽ അദ്ദേഹം ഉയർന്നു കഴിഞ്ഞിരുന്നു. അതാണ് സമധി, അതാണ് സമാധി. ഈ അടുത്ത കാലത്ത് സമാധിയെക്കുറിച്ച് ഒരുപാട് ആളുകൾ സംസാരിച്ചിട്ടുണ്ട് അല്ലേ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. എത്ര ലാഘവ ബുദ്ധിയോടുകൂടിയാണ് സമാധി എന്നുള്ള വാക്ക് എടുത്ത് ഓരോരുത്തരും പ്രയോഗിച്ചിരിക്കുന്നത്. എന്തറിഞ്ഞിട്ടാണ് സമാധി എന്ന് പറയുന്ന വാക്കെടുത്ത് ഉപയോഗിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്? ബാലകൃഷ്ണൻ നായർ സാറിൻ്റെത് സമാധിയാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം സമാധിസ്ഥനായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ ഒരാൾ സമാധിസ്ഥനാകുന്നത്? ആ തന്നിൽ താനായിട്ടിരിക്കുന്നതാണ് സമാധി നില. യു അണ്ടർസ്റ്റാൻഡ്? തന്നിൽ താനായിരിക്കുന്ന നില, ഞാൻ ഭാവത്തിൽ നിന്ന് മാറി തന്നിൽ താനായിരിക്കുന്ന നില സമാധി നില. നിങ്ങൾക്ക് ആർക്കുമാകാം, ഒരു സംശയവുമില്ല. ആ ഭാവത്തിൽ തന്നെ തൻ്റെ ശ്രദ്ധ 24 മണിക്കൂറും ഉറച്ചിരിക്കണം, ഉറപ്പോടുകൂടി ഇരിക്കണം. 24 മണിക്കൂറും ആ ഭാവത്തിൽ തന്നെ ഇരിക്കുന്ന ആ നിലയാണ് സമാധി നില. എത്രയോ ആളുകൾ സമാധി ഇരിക്കാൻ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. ഞാനൊരു സമാധിക്ക് പോയ കാര്യം പറഞ്ഞിരുന്നില്ലേ, എൻ്റെ ഗുരുവിൻ്റെ കാര്യം തന്നെ. വേറെ എത്രയോ സമാധികളെക്കുറിച്ച് നമ്മൾ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്ന് രാജഭരണകാലത്ത് സർവ്വ ആളുകളെയും സാക്ഷിയാക്കി ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഫ്രണ്ടിലെ കിഴക്കേക്കോട്ടയിലേക്ക് റോഡിലേക്ക് വന്നിറങ്ങുന്ന സ്ഥലത്ത് നിന്ന്
ഒരു സ്വാമി ഞാൻ സമാധിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് കൊട്ടാരത്തിലെ സർവ്വ ആളുകളുടെയും അംഗങ്ങളുടെയും ഭക്തന്മാരുടെയും അകമ്പടിയോടുകൂടി വാദ്യമേളങ്ങളോടുകൂടി അവിടെ നിന്ന് നടന്ന് നേരെ മണക്കാട് തോപ്പിൽ സമാധി, രാംദാസ് സമാധി. അവിടുന്ന് അവിടെ അദ്ദേഹത്തിന് ഇരിക്കാനുള്ള സമാധി തറയൊക്കെ കെട്ടി ഒരുക്കിയിട്ടിരുന്നു. ഇവിടുന്ന് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വാദ്യമേളങ്ങളോടുകൂടി നടന്ന് നേരെ അവിടെ തോപ്പിൽ, മണക്കാട് തോപ്പിൽ എത്തി ആ സമാധി കെട്ടിയിരിക്കുന്ന സ്ഥലത്ത് ചെന്നിറങ്ങി എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അതിനകത്തോട്ട് ഇറങ്ങി ഇരുന്ന് ആസനത്തിൽ ഇരുന്ന് കെട്ടിയടച്ചോളാൻ പറഞ്ഞു. കെട്ടിയടച്ചു. ജീവസമാധി. ആ സമാധിയൊക്കെ കണ്ടിട്ടാണ് ഇവിടെ ചത്തുപോയ ആളുകളെയൊക്കെ ചുരുട്ടിക്കറ്റി. അതൊന്നും സമാധിയല്ല. അങ്ങനെയൊക്കെ സമാധി ഇരുത്തിയാൽ ആ നാട് നശിക്കും. മഴ പോലും പെയ്യില്ല. കാലാവസ്ഥ പ്രതികൂലമായി തീരും എന്ന് ഹംസയോഗ ചന്ദ്രികയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ശവപ്പുരകളാണ്, നട്ട് സമാധി. ഇത് സമാധി തോപ്പിൽ. നമുക്ക് ഞാൻ എത്രയോ കാലം അവിടെ ഏതാണ്ട് 70-ൻ്റെ അവസാനം 80-കളിലൊക്കെ രാത്രി മുഴുവനും ആ സമാധിയിലാണ് കിടക്കുന്നത്. അന്ന് എന്നോടൊപ്പം താണുപിള്ള എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ സുഹൃത്താണ്. ഞങ്ങളൊക്കെ ഒന്നിച്ച് ആ രാത്രിയിൽ ആ സമാധിയിലാണ് കിടക്കുന്നത്. അന്ന് അദ്ദേഹം അവിടെ കമ്മിറ്റി മെമ്പറൊക്കെ ആയിരുന്നു. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തോടു കൂടി അവിടെ കഴിയാനുള്ള അവസരം കിട്ടിയിരുന്നു. അതുകൊണ്ട് ഇതാണ് സമാധി, ഒറിജിനൽ സമാധി. ഒറിജിനൽ സമാധികൾ ഒരുപാടുണ്ട്. ബാക്കിയൊക്കെ വെറും ശവപ്പുരകളാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ ഏതിനെങ്കിലും സൂചിപ്പിച്ച് പറയുന്നതല്ല. തെറ്റായ കാര്യങ്ങൾ അതൊക്കെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. അങ്ങനെ മരണമടഞ്ഞ ആളുകളെ ഇതുപോലെ ചുരുട്ടിക്കെട്ടിയെടുത്ത് സമാധി ഇരുത്തും പോലെ ഇരുത്തി ചെയ്യുന്നത്. ഇതൊക്കെ വലിയ ദോഷം, നാടിന് ഭയങ്കരമായ ദോഷമുണ്ടാക്കും. മഴ പോലും കിട്ടില്ല എന്നാണ് ഹംസയോഗ ചന്ദ്രിക. ഭൈരവേന്ദ്ര എന്ന് പറയുന്ന ആൾ എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹം ഇവിടെ അടുത്തെങ്ങാണ്ടായിരുന്നു, കഴക്കൂട്ടത്തെങ്ങാണ്ടായിരുന്നു. കഴക്കൂട്ടം. അപ്പോൾ സമാധി എന്ന് പറയുന്നത് ഇതാണ്. രമണ മഹർഷിയുടെ ശിഷ്യരിൽ ഒരാൾ ഇതുപോലെ ഒരു സമാധിയെക്കുറിച്ച് അദ്ദേഹം സമാധി ഇരിക്കുന്നത് കാണാനായിട്ട് പോയി. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ട്. ഇത്ര മണിക്ക് സമാധിയാകുമെന്ന് പറഞ്ഞ് അദ്ദേഹം ആ സമയമായപ്പോൾ അവിടെ കുത്തിയിരുന്നു. എല്ലാവരും കൂടിയിട്ടുണ്ട്, ഭക്തജനങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. ആ സമയമായിട്ട് ഇദ്ദേഹം എത്ര വിചാരിച്ചിട്ടും സമാധിയാകുന്നില്ല. അവസാനം ആളുകൾ കൈകാര്യം ചെയ്യും എന്നൊരു തോന്നലുണ്ടായപ്പോൾ അവിടുന്ന് എഴുന്നേറ്റ് ഓടിക്കളഞ്ഞു. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് സമാധിയാകുമെന്ന് പറഞ്ഞ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് എഴുന്നേറ്റ് ഓടിയതായിട്ട് രമണ മഹർഷിയുടെ ശിഷ്യൻ്റെ, അതൊരു മലയാളി തന്നെയാണെന്ന് തോന്നുന്നു. കുഞ്ചുസ്വാമി. അങ്ങനെ ഒരുപാട് സമാധികളുണ്ട്. ജീവസമാധികൾ. അളണ്ടിയിലിരിക്കുന്ന ജ്ഞാനേശ്വർ
സമാധി ജീവസമാധിയാണ്. ആ സമാധിയിൽ ഒരാൽ വളർന്ന് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അതിൻ്റെ വിഴുത് ശരീരത്തെ ബാധിക്കുന്നത് കണ്ടപ്പോൾ അത് കെട്ടിയ റാനഡയ്ക്ക് ദർശനത്തിൽ വിവരം കൊടുത്തു, ആല് മുറിച്ച് കളയണമെന്ന്. അങ്ങനെ ദർശനത്തിൽ പ്രഭാകര സിദ്ധയോഗി എത്ര 735 വയസ്സുവരെയൊക്കെ ജീവിച്ചിരുന്ന ആളെന്ന് പറയുന്നു. 18 ശരീരങ്ങൾ മാറി മാറി കടന്ന് കയറിയിരിക്കുന്നയാളാണ്. അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കാൻ എനിക്കും ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇതൊരു കൊല്ലൻ്റെ ശരീരമാണ്. ഇപ്പോൾ 18ാമത്തെ ശരീരം എന്ന് പറയുന്നത് ഒരു കൊല്ലൻ്റെ ശരീരമായിരുന്നു. ഈ ശരീരം ഞാൻ ഉപേക്ഷിക്കാൻ പോവുകയാണടേ എന്നദ്ദേഹം എന്നോട് പറയുമായിരുന്നു. ഞാൻ അന്ന് വള്ളിക്കാവിൽ അമ്മയെ കാണാനായിട്ട് പോകുന്ന സമയമാണ്. വള്ളിക്കാവിൽ അമ്മയുമായിട്ട് എനിക്ക് ഗാഢമായ ബന്ധമാണ്. ഞാനും അമ്മയും ഒന്നാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അമ്മയെ സാക്ഷാത്കരിച്ച കൂട്ടത്തിലാണ് എന്നാണ് അർത്ഥം. ഞാനതിവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ വാക്കുകളും സത്യമാണ്. അപ്പം അവിടെ ദർശനത്തറയിൽ അമ്മ ദർശനത്തിന് നിൽക്കുന്ന അവസരത്തിൽ ദർശനം തുടങ്ങിക്കഴിഞ്ഞാൽ അമ്മയുടെ പാദത്തിൽ വിശ്രയമായിട്ട് നിൽക്കും. ദർശനം തീരുന്നത് വരെ ആ വിശ്രയമായിട്ട് വീശിക്കൊണ്ട് നിൽക്കും. അത് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന അവസരത്തിൽ പ്രഭാകര സിദ്ധയോഗി അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ഗ്ലാസ് പാല് വാങ്ങിച്ചു തരും. അവിടെ ശിവൻ എന്ന് പറയുന്ന ഒരാളിൻ്റെ ചെറിയ ഒരു ഓലപ്പരയുണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് ഒരു ഗ്ലാസ് പാല് തരും. കുടിയട്ടെ എന്ന് പറഞ്ഞ്. അദ്ദേഹവുമായിട്ട് ഓച്ചിറ ഉണ്ടിക്കാവിൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ഞാൻ പോയിരുന്നു. ഓമല്ലൂർ ആണ് അദ്ദേഹത്തിൻ്റെ സമാധി. അദ്ദേഹത്തിൻ്റെ ജന്മദിനാഘോഷത്തിന് വേണ്ടിയിട്ട് സർവ്വ ആളുകളെയും ക്ഷണിച്ചു വരുത്തി. സർവ്വ ആളുകളുടെയും സാന്നിധ്യത്തിൽ വെച്ച് ഞാൻ സമാധിയാകാൻ പോവുകയാണെന്ന് പറഞ്ഞ് സമാധിയായ മനുഷ്യനാണ്. ആ ശരീരം ഉപേക്ഷിച്ചു. ഇനിയിപ്പോൾ ഏത് ശരീരത്തിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഇവരൊക്കെ ഈ ശരീരം വിട്ട് ശരീരത്തിലേക്ക് മാറുന്ന ആളുകൾ ജ്ഞാനികളാണോ എന്ന് ചോദിച്ചാൽ അല്ല. അവർ ശരീരം വിട്ട് ശരീരത്തിലേക്ക് മാറാനുള്ള ആഗ്രഹത്തോടു കൂടി നടക്കുന്ന ആളുകളാണ്. ജ്ഞാനിയല്ല. ജ്ഞാനിക്ക് ആഗ്രഹമില്ല. ബാലകൃഷ്ണൻ നായർ ജ്ഞാനിയാണ്. അദ്ദേഹം ശരീരം വിട്ട് ശരീരത്തിലേക്ക് മാറാനോ സിദ്ധികൾ പ്രകടിപ്പിക്കാനോ ഒന്നും തുനിയുന്ന ആളല്ല. അദ്ദേഹം തന്നിലെ സത്യത്തെക്കുറിച്ച് ബോധവാനായി ആ സത്യത്തിലേക്ക് തന്നെ ഉദ്ധരിപ്പിച്ച്, ഭഗവത്ഗീത പറയുന്നത് പോലെ ഉദ്ധരേതാത്മനാത്മാനം, ഉദ്ധരിപ്പിച്ച് ആ സ്ഥിതിയിൽ സദാ തൻ്റെ ശ്രദ്ധയെ നിലനിർത്തി. അതാണ് അദ്ദേഹത്തെ സ്ഥിരപ്രജ്ഞൻ അല്ലേ. അദ്ദേഹത്തെക്കുറിച്ച് ഒരു രാജേഷ് എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് സ്ഥിതപ്രജ്ഞൻ ഇല്ലേ. സ്ഥിതപ്രജ്ഞൻ BR രാജേഷ് എന്ന് പറയുന്ന എനിക്ക് അദ്ദേഹത്തെ വലിയ പരിചയമില്ല. പക്ഷേ അതിമനോഹരമായിട്ട് ബാലകൃഷ്ണൻ നായർ സാറിനെ കുറിച്ച് ആ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലളിത ടീച്ചർ, അവരും അദ്ദേഹത്തെക്കുറിച്ച് അതിമനോഹരമായിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അങ്ങനെ 2 പുസ്തകങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ആധ്യാത്മികതയിലേക്ക് ഉയരണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ പുസ്തകങ്ങൾ
ദ്വാദശോപനിഷത്തുകൾ, ഹരിനാമകീർത്തനം, പ്രൗഢാനുഭൂതി. ആ പ്രൗഢാനുഭൂതിയിൽ അദ്ദേഹത്തിൻ്റെ വിവരണമാണ് ഇവിടെ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്വൈതാനുഭൂതി ഭഗവത്ഗീത, വാസിഷ്ഠസുധ, വേദാന്ത ദർശനം, 3 വോള്യങ്ങൾ. അതാണ് 10 ഉപനിഷത്തുകൾ ചേർന്ന് ഒരു വോള്യം. ഛാന്തോഗ്യോപനിഷത്ത് 1 വോള്യം, ബൃഹദാരണ്യകോപനിഷത്ത് 1 വോള്യം, അങ്ങനെ 3 വോള്യം. പിന്നെ ഭാഷ്യപ്രദീപം, അത് വേദാന്ത സൂത്രങ്ങൾ. പ്രൗഢാനുഭൂതി, അതിൽ ശങ്കരാചാര്യസ്വാമികളുടെ ഏതാണ്ട് 10-12 കൃതികളെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള ഭാഷ്യം. അതിലാണ് നമ്മൾ ശാസ്ത്രമംഗലത്ത് എടുത്തുകൊണ്ടിരുന്ന അപരോക്ഷാനുഭൂതി, ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്ന അദ്വൈതാനുഭൂതി. പ്രൗഢാനുഭൂതി അതിലുള്ള മറ്റൊരു പുസ്തകത്തിൻ്റെ പേരാണ്. ആ പേരാണ് ആ പുസ്തകത്തിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 വിദ്യാരണ്യ കൃതികൾ, 2 മലയാള മാമറകൾ, ഭാഗവത ഹൃദയം, അതിമനോഹരമായ പുസ്തകം. അതുപോലെ വാസിഷ്ഠസുധ, യോഗവാസിഷ്ഠത്തിലെ ക്രീം ആയിട്ടുള്ള ശ്ലോകങ്ങൾ എടുത്ത് അതിമനോഹരമായിട്ട് വർണ്ണിച്ചിരിക്കുന്നു. നിങ്ങളത് വായിച്ചിരിക്കണം. യോഗവാസിഷ്ഠസുധ. ഹരിനാമകീർത്തനം, അതേതിൽ വരുന്നതാണ്? 2 മലയാള മാമറകൾ അതിൽ വരുന്നതാണ്. ജ്ഞാനപ്പാനയും ഹരിനാമകീർത്തനവും വരുന്നതാണ്. പിന്നെ വളരെ പ്രസിദ്ധമായ നാരായണ ഗുരുദേവൻ്റെ കൃതികൾ. ആവശ്യമുള്ളവർ ഈ മാർഗത്തിലേക്ക് ഉയരണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ അതിന് വേണ്ടിയിട്ടുള്ള കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കണം. ഈ പുസ്തകങ്ങളൊക്കെ കോപ്പുകളാണ് അല്ലേ? അത് എവിടുന്നെങ്കിലും കിട്ടുന്നത്. ബാലകൃഷ്ണൻ നായർ സാർ അങ്ങനെയാണ് എല്ലാം നേടിയത്. അദ്ദേഹം ഏതെങ്കിലും ഗുരുവിൻ്റെ മുമ്പിൽ പോയിരുന്ന് നേടിയതല്ല, സ്വാധ്യായത്തിലൂടെ. എല്ലാം നേടിയത് സ്വാധ്യായത്തിലൂടെ. ഈ സ്വാമിയും എല്ലാം നേടിയത് സ്വാധ്യായത്തിലൂടെ. ഇരുന്ന ഇരിപ്പിലിരുന്ന് നേടാം. ഗുരുക്കന്മാരെല്ലാം നമ്മളെ തേടി വരും. ഒരിടവും പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അതിനെ അറിയണമെന്ന് അടങ്ങാത്ത ആഗ്രഹമുണ്ടെങ്കിൽ ഗുരുക്കന്മാരെല്ലാം ഇടിച്ചു തുറന്ന് നിങ്ങളുടെ മുമ്പിൽ വരും. യാതൊരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ഈ വേഷം കണ്ടില്ലേ? സമയമാകുമ്പോൾ എവിടെ? ഹിമാലയത്തിൽ വെച്ച്, ഗംഗോത്രിയിൽ വെച്ച് ഉടുമുടിനെ അഴിച്ച് കളയിപ്പിച്ചു. എല്ലാം പ്രകൃതി നടത്തിക്കോളും. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വേണ്ടത് നമുക്ക് അറിയണമെന്നുള്ള ആഗ്രഹം, അതിലേക്ക് ഉയരണമെന്നുള്ള ആഗ്രഹം. അതിനുവേണ്ടി എന്തെല്ലാം മാർഗങ്ങൾ, നമുക്ക് നേരായ മാർഗങ്ങൾ, കപടമാർഗങ്ങൾ കൊണ്ടൊന്നും രക്ഷയില്ല. വേഷം കെട്ടലുകളൊന്നും കൊണ്ട് രക്ഷയില്ല. കാഷായം കെട്ടിയത് കൊണ്ടൊന്നും കിട്ടുകയില്ല. ജട വളർത്തിയത് കൊണ്ടൊന്നും കിട്ടുകയില്ല. പേര് മാറ്റിയത് കൊണ്ടൊന്നും കിട്ടുകയില്ല. ഒരു പേരും മാറ്റണ്ട. പിന്നെന്തിനാണ് സ്വാമി പേര് മാറ്റിയത്? അതിങ്ങനെ സംഭവിച്ചു, എന്ത് ചെയ്യാനൊക്കും? ജനിച്ചപ്പോൾ നമുക്ക് ആദ്യം ഒരു പേരുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞിട്ടാണ് കിട്ടിയത്. നമ്മൾ പറഞ്ഞു ഇന്ന പേര് വേണമെന്ന്. വളർന്നു കഴിഞ്ഞപ്പം വേറൊരു പേര് കിട്ടി. നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള കിട്ടിയ പേരൊന്നുമല്ല. ഇറ്റ് ഹാപ്പൻഡ്. അപ്പോൾ വരുന്ന വഴിക്കാണ് അറിയുന്നത്, ആ മാർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അറിയുന്നത് ഇതൊന്നുമല്ല സത്യം, സത്യം മറ്റൊന്നാണ്. എന്താ സത്യം? അവരവരുടെ ഉള്ളിലിരിക്കുന്ന ആത്മസത്യം. അതിലേക്ക് ഉണരണമെങ്കിൽ എന്താ വേണ്ടത്? ശ്രവണം. അനന്തശാസ്ത്രം ബഹുവേദിതവ്യം അല്പശ്ചകാലോ ബഹുവശ്ച വിഘ്നാഃ യത് സാരഭൂതം തദുപാസിതവ്യം ക്ഷീരം യഥാ ഹംസം ക്ഷീരമെവ അമ്പുമിശ്രം.
പാലും വെള്ളവും കലർന്നിരിക്കുന്ന മിശ്രിതത്തിൽ ഹംസത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചാൽ ഏതു പ്രകാരമാണോ ഹംസം നീരിനെ നീക്കിയിട്ട് പാലിനെ ഉൾക്കൊള്ളുന്നത്, അതുപോലെ ഈ ശാസ്ത്രങ്ങളിൽ നിന്നെല്ലാം അറിയേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഉൾക്കൊള്ളണം. ഹംസം ആ പാലും നീരും കലർന്നിരിക്കുന്ന മിശ്രിതത്തിൽ നിന്ന് ജലത്തെ നീക്കിയിട്ട് പാല് ഉൾക്കൊള്ളുന്നത് പോലെ, അതിനാണ് സത്സംഗം. ഇപ്പോൾ ഒരു സത്സംഗത്തിലൂടെ നിങ്ങൾ എന്തെല്ലാമാണ് കേൾക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ എന്തെല്ലാം കേട്ട് കഴിഞ്ഞു. സമാധിയെക്കുറിച്ച് കേട്ടു, സാക്ഷാത്കാരത്തെക്കുറിച്ച് കേട്ടു, ബാലകൃഷ്ണൻ നായർ സാറിനെ ബാലകൃഷ്ണ ബ്രഹ്മമാക്കിയതിനെ കുറിച്ച് കേട്ടു. എങ്ങനെയാ ബ്രഹ്മമായത്? അദ്ദേഹം നിരന്തര വിചാരത്തിലൂടെ ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മവിത്ത് ആ ബ്രഹ്മത്തെക്കുറിച്ച് അറിയുന്നവൻ, ബ്രഹ്മജ്ഞാനി. ആരാ ബ്രഹ്മജ്ഞാനി? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിട്ട് സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യം, എന്നിലെത്താൻ ആ ആത്മചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന ബോധനിലയിലേക്ക് ഉണർന്നവൻ. ആ ആത്മചൈതന്യം തന്നെയാണ് ബ്രഹ്മം. ആത്മൈവ ബ്രഹ്മം. എന്നിലെ താൻ ആത്മചൈതന്യം. ഞാൻ ഭാവത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ താൻ ഭാവത്തിലേക്ക് ഉയർത്തി ആത്മവാനായിട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ബ്രഹ്മം തന്നെ ആയിത്തീരുകയാണ്. ആത്മൈവ ബ്രഹ്മ. ആ ആത്മാവ് തന്നെയാണ് ബ്രഹ്മം. ആ ബ്രഹ്മം ഉപാധിസ്ഥമായിരിക്കുന്നത് കൊണ്ട് ആത്മാവെന്ന് പറയുന്നു. നിരുപാധിക ബ്രഹ്മം. നിരുപാധികമായാൽ ബ്രഹ്മം, സോപാധികമായാൽ ആത്മാവ്, അവിദ്യോപാധികമായാൽ ഞാൻ. എല്ലാം ബ്രഹ്മം തന്നെ. അവിദ്യോപാധിക ബ്രഹ്മം ഞാൻ, മായോപാധിക ബ്രഹ്മം ഈശ്വരൻ, നിരുപാധിക ബ്രഹ്മം ബ്രഹ്മം, പരബ്രഹ്മം. അതൊന്നിനും ബാധകമല്ല. ആ നിലയിലേക്ക് ഏതൊരാളാണോ ജാഗ്രത അവസ്ഥയിൽ തന്നെ ഉദ്ധരിപ്പിക്കുന്നത്, അവൻ കർമ്മത്തിൽ ഏർപ്പെട്ടാലും സാധാരണക്കാരൻ കർമ്മം ചെയ്യുന്നത് പോലെ ഉള്ള കർമ്മബന്ധനത്തിൽ അവൻ പെട്ടുപോകുന്നില്ല. അതാണ് ഇതിൽ പറഞ്ഞത്, ജ്ഞസ്യ നാസ്ത്യേവ സംസാരോ യദ്വദ് അജ്ഞസ്യ കർമ്മിണഃ. അജ്ഞനായ ഒരുത്തൻ കർമ്മം ചെയ്യുന്നത് പോലെ ആ കർമ്മത്തിൻ്റെ ബന്ധനങ്ങളൊന്നും ജ്ഞാനിയെ ബാധിക്കുന്നില്ല. അവനും കർമ്മത്തിലേർപ്പെടുന്നു, പക്ഷേ ജ്ഞാനിയെ ആ കർമ്മം ബന്ധിപ്പിക്കുന്നില്ല. കാരണം അയാൾ ഞാൻ ഭാവത്തിലല്ല കർമ്മം ചെയ്യുന്നത്. അപ്പോൾ എന്താ നിങ്ങളും ചെയ്യേണ്ടത്? നിങ്ങളും നിങ്ങളെ ഞാൻ ഭാവത്തിൽ നിന്ന് തന്നിലെ താൻ ഭാവത്തിലേക്ക് ഉയർത്തിക്കൊണ്ടേയിരിക്കണം. എപ്പോൾ 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 ഈ നിമിഷം. അതിനുവേണ്ടി കാത്തിരിക്കരുത്. അടുത്ത നിമിഷം വെടിതീരാനുള്ളതാണ് നമ്മുടെ പ്രാരബ്ധമെങ്കിലോ ഏതു നിമിഷവും വെടിതീരാം. ഏതു നിമിഷവും വെടിതീരാം, ആരായാലും ശരി. അടുത്ത 23-ാം തീയതി ഇവിടെ അവധിയായിരിക്കും. ഈ ഫെബ്രുവരി, ഇത് ഫെബ്രുവരി അല്ലേ? ഫെബ്രുവരി 23-ാം തീയതി തിരുവണ്ണാമലയ്ക്ക് പോകുന്നു. ശിവരാത്രി ഒരാഴ്ച രമണാശ്രമത്തിലായിരിക്കും. അതുകൊണ്ട് 23-ാം തീയതി ഞായറാഴ്ച അന്നത്തെ പ്രഭാഷണം ഉണ്ടായിരിക്കില്ല. അടുത്തത് ഞായറാഴ്ചയാണ് വരുന്നത്, അന്ന് പ്രഭാഷണം ഉണ്ടായിരിക്കും. അത് ഫെബ്രുവരി 2 മാർച്ച് 2. ഫെബ്രുവരി 23-ാം തീയതി മാത്രം ഇല്ല. ജാനതോ നൈവ ഭീർ യദ്വത്
രജ്ജു സർപ്പമജാനത. കയറിൽ സർപ്പം ഉള്ളതുപോലെ ആർക്കാണോ തോന്നുന്നത് അയാൾക്ക് സർപ്പഭീതി ഉണ്ടാകും. എന്നാൽ അത് കയറാണെന്ന് അറിഞ്ഞ ഒരാളിന്, കയറാണെന്നറിയാത്ത ഒരാളിനുണ്ടാകുന്നത് പോലെ ഉള്ള ഭയപ്പാട് ഉണ്ടാകുന്നില്ല. അതായത് വസ്തുബോധത്തിലേക്ക് ഉണർന്നവന്. ഇവിടെ വസ്തുബോധമെന്ന് പറയുന്നത് കയർ. അത് കയറാണെന്നറിഞ്ഞവന് കയറാണെന്നറിയാത്തവനുണ്ടാകുന്നത് പോലെ ഉള്ള ഭയപ്പാട് ഉണ്ടാകുന്നതല്ല. അതുപോലെ ഈ ലൗകിക ജീവിതത്തിൽ തന്നിൽ താനാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് അറിഞ്ഞ് ആ അറിവിൽ ഉറച്ചു നിൽക്കുന്നവന് ഞാൻ ഭാവത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളൊന്നും ക്ലേശങ്ങളായിട്ട് ബാധിക്കുകയേയില്ല. നിങ്ങൾക്കുണ്ടാകുന്ന ദുരിതങ്ങളും ക്ലേശങ്ങളുമെല്ലാം ഞാനിനെ സംബന്ധിക്കുന്നതാണ്. വസ്തുബോധത്തിലേക്ക് ഉണർന്ന ഒരാൾ ഏതിലാണ് ജീവിക്കുക? ഞാൻ ഭാവത്തിൽ ജീവിക്കുമ്പോഴും അയാളുടെ സ്ഥിതി എവിടെയാണ്? താൻ ഭാവത്തിലാണ്. ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഞാൻ ഭാവത്തിൽ ജീവിക്കുമ്പോഴും അയാൾ തൻ്റെ നില ഭദ്രമാക്കിയിരിക്കുന്നത് തന്നിലെ താൻ ഭാവത്തിലാണ്. അയാൾ എപ്പോഴും താൻ ഭാവത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്, സ്ഥിതി ചെയ്യുന്നത്. എങ്കിലും അയാൾ ഞാൻ ഭാവത്തിൽ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളുടെ പ്രാരബ്ധം. ആ പ്രാരബ്ധം തീരുന്നതുവരെ അയാൾക്ക് ആ പ്രാരബ്ധം തുടർന്നുകൊണ്ടേ ഇരിക്കും. പക്ഷേ അയാൾക്ക് ആ പ്രാരബ്ധമില്ല. ഒരാളിന് 3 ഭാര്യമാരുണ്ടെന്ന് വെച്ചോളൂ. അയാൾ മരിച്ചുപോയി. 2 ഭാര്യ വിധവകളും 1 ഭാര്യ വിധവയല്ലാതെയും ഇരിക്കുമോ? അതുപോലെ പ്രാരബ്ധമെന്ന് പറയുന്നത് 3 ആഗമം, ആഗാമി, സഞ്ചിതം, പ്രാരബ്ധം ഇല്ലേ? 3 ഭാര്യമാർ. ആഗാമി, സഞ്ചിതം, പ്രാരബ്ധം. ജ്ഞാനിക്ക് പ്രാരബ്ധമുണ്ടെന്ന് പറഞ്ഞാൽ സഞ്ചിതം, ആഗാമി, പ്രാരബ്ധം 3 ഭാര്യമാരുള്ള ഒരു ജ്ഞാനി അല്ലെങ്കിൽ ഒരാൾ, എല്ലാവർക്കും 3 ഭാര്യമാരുണ്ടെന്ന് വെച്ചോളൂ. സഞ്ചിതം, ആഗാമി, പ്രാരബ്ധം. ഇത് 3 ഭാര്യമാരെന്ന് വെച്ചോളൂ. അയാൾ ജ്ഞാനിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാൾ മരിച്ചു പോയാൽ പ്രാരബ്ധം മാത്രം ശേഷിക്കും. മറ്റത് രണ്ടും അയാളെ ബാധിക്കുന്നില്ല. സഞ്ചിതവും അയാളെ ബാധിക്കുന്നില്ല. ആഗാമി ജ്ഞാനിയെ സഞ്ചിതവും ബാധിക്കുന്നില്ല, ആഗാമിയും ബാധിക്കുന്നില്ല. ജ്ഞാനത്തിൽ അത് എരിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ പ്രാരബ്ധം മാത്രം അയാളെ ബാധിക്കും എന്ന് പറയുന്നത് ശരിയല്ല. കാരണം അതാണ് 3 ഭാര്യമാരുള്ള ഒരാൾ മരിച്ചു പോയാൽ 2 ഭാര്യമാർ വിധവകളും 1 വിധവയുമല്ല എന്ന് പറയും പോലെയാണ് ജ്ഞാനിക്ക് പ്രാരബ്ധമുണ്ട് എന്ന് പറയുന്നത്. ജ്ഞാനിക്കും പ്രാരബ്ധമില്ല. പിന്നെ ഉള്ളത് ആർക്കാണ്? ആ ജ്ഞാനിയെ കാണുന്ന മറ്റുള്ളവർക്കാണ് പ്രാരബ്ധമുള്ളത്. 4-ാം തീയതിയും 5-ാം തീയതിയും ഫെബ്രുവരി 4, 5 ചൊവ്വ, ബുധൻ, ഈ വരുന്ന ചൊവ്വയും ബുധനും ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ 14ാം അനുസ്മരണ കിഴക്കേക്കോട്ട അഭേദാശ്രമത്തിൽ നടക്കുകയാണ്. സ്വാമിയാണ് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത്. അവിടെ അതിന് പ്രഭാഷണത്തിൻ്റെ വിഷയമായിട്ടുള്ളത് ആപ്തഗീത. ആപ്തഗീത എന്നൊരു ഗീത ഇല്ല, പക്ഷേ ഇനി മുതൽ അങ്ങനെ ഒരു ഗീത കൂടി ഉണ്ടാവുകയാണ്. അത് ആപ്തഗീത ആപ്തവാക്യങ്ങളെക്കുറിച്ചാണ്, 4 മഹാവാക്യങ്ങളെക്കുറിച്ചാണ് പ്രഭാഷണം നടത്തുന്നത്. തത്വമസി, അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി. ഈ 4 മഹാവാക്യങ്ങളെക്കുറിച്ച് ഋഭുഗീതയിൽ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അതിനെക്കുറിച്ചാണ് ഈ ആപ്തഗീത. ആപ്ത
വാക്യം എന്ന് പറഞ്ഞാൽ മഹാവാക്യം. ഈ 4 മഹാവാക്യങ്ങളെ ആപ്തവാക്യങ്ങൾ എന്നാണ് പറയുന്നത്. വസ്തുബോധത്തെ പ്രാപിച്ചവർ എന്നാണ് അതിനർത്ഥം. അതുകൊണ്ടാണ് ആപ്തഗീത എന്ന പേര് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ഭവിച്ചതാണ്. ഇത് കഴിഞ്ഞാൽ അത് ആപ്തഗീത എന്നൊരു ഗീത കൂടി നമുക്ക് ഉണ്ടായിത്തീരും. ആവശ്യമുള്ളവരെല്ലാം വരിക, കേൾക്കുക. ഈ അറിവ് നില നിങ്ങളിൽ ക്രമേണ ഉറച്ച് നിങ്ങൾ ഓരോരുത്തരും ആ സമാധി നിലയിലേക്ക് ഉയരുന്ന അവസ്ഥയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഓ